എൻ്റെ പേര് അമൽ സുരേഷ്. ഞാനൊരു BSc മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്ന ടൈമിലാണ് ഒരു നല്ലൊരു കോഴ്സ് ഷോർട്ട് ടൈം ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാണ് മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി ഞാൻ തപ്പി വന്നപ്പോൾ അറിഞ്ഞത്. ഞാൻ അങ്ങനെ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. പക്ഷേ അത് റെക്കോർഡ് ക്ലാസ് ആയിരുന്നു, കുറച്ച് ഫ്ലോപ്പായിരുന്നു. പിന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കയറണം എന്നോർത്ത് നോക്കി വന്നപ്പോഴാണ് ഇൻഡസ് എഡ്യൂക്കേഷനെ പറ്റി അറിയുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതൊക്കെ. അവിടെ ക്ലാസ്സൊക്കെ നല്ല പക്കയായിരുന്നു. ഓൺലൈൻ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, കുറേ വർക്കൗട്ടൊക്കെ ചെയ്യിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ നല്ലതായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ ട്യൂട്ടറൊക്കെ ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. ഞങ്ങളെ അനാട്ടമിയും ICDയും പഠിപ്പിച്ച ജാസ്മിന മാമായിരുന്നു. ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കും, ഇഷ്ടംപോലെ ഹോംവർക്ക് തരും. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും കുറേയൊക്കെ ചെയ്യിക്കുമായിരുന്നു. നല്ലപോലെ നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. ആ ഒരു രീതിയായിരുന്നു. പിന്നെ CPT ഞങ്ങളെ പഠിപ്പിച്ച ശ്രീലക്ഷ്മി മാം അടിപൊളിയായിട്ട് പഠിപ്പിച്ചായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല ക്ലാസ്സൊക്കെ ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന പോലെയായിരുന്നു ക്ലാസ്സൊക്കെ എടുത്തത്. ഓൺലൈനാണെന്നുള്ളത് നമുക്കൊരു തോന്നലുമില്ല. നമുക്കപ്പം തന്നെ എല്ലാം ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റൊക്കെ എടുത്ത് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു 7-8 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തത്. അത്രയും ഗ്യാപ്പ് വന്നിട്ടും എനിക്ക് വേറെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ വർക്കൗട്ട് ചെയ്യാൻ കുറേ പ്രോബ്ലംസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഡെയിലി സീരീസ് വൈസ് ആണെങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. പിന്നെ ഓരോ സെക്ഷൻ കഴിയുന്നതനുസരിച്ച് അങ്ങനെയും ചെയ്യിക്കുമായിരുന്നു. പിന്നെ എക്സാം ബണ്ടിൽ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16 മോക്ക് ഉണ്ടായിരുന്നു. TY ടെസ്റ്റ് യുവർ നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് സ്ഥിരം നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനോടുള്ള ഒരു ടച്ച് വിട്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നപ്പോഴും ഞാൻ ഓർത്തു പ്രശ്നമാകുന്നൊക്കെ ഓർത്താൽ, പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളെ അപ്പോൾ അവർ പഠിപ്പിച്ചത് നമുക്ക് അതുപോലെ നമ്മുടെ മൈൻഡിൽ നിൽക്കും. അതുകൊണ്ട് പിന്നെ ഇത്രയും വർക്കൗട്ട് ചെയ്ത് വരുമ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആദ്യം കോഴ്സ് കഴിഞ്ഞ അപ്പുറം തന്നെ 10 മോക്ക് കഴിഞ്ഞായിരുന്നു. 10 മോക്കും കംപ്ലീറ്റ് ചെയ്തു. അത്യാവശ്യം നല്ലതായിട്ട് സ്കോർ ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു 7-8 മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി 6 മോക്കും ഒക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുമെല്ലാം നല്ലതായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഡിസംബറിലാണ് എക്സാം എഴുതിയത്. ഇപ്പം റിസൾട്ട് വന്നു. 76% മാർക്കുണ്ട്. സർട്ടിഫൈഡുമായി. അപ്പോൾ ഇത് ഇൻഡസിൻ്റെ മെയിനൊരു ഇത് തന്നെ പറയാം. കാരണം അതുപോലെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സർട്ടിഫൈഡായി. ഇനി എവിടെയെങ്കിലും ജോബിനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതും ഇതുപോലെ തന്നെ HR ഒക്കെ ആണെങ്കിൽ നല്ല ഹെൽപ്പിംഗ് ആണ്. ഇഷ്ടംപോലെ വേക്കൻസീസ് വരുമ്പോഴൊക്കെ പറയുന്നു ഏതാണ് നല്ലത്. ഞാൻ കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ നല്ല രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ള നോക്കാം. ഇപ്പം എങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാം നല്ല പക്കയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻഡസ്ട്രിയിലെ എല്ലാ ഫാക്കൽറ്റീസിനും എല്ലാവർക്കും നല്ലതാണ്. എൻ്റെ പേര് ഷംന. ഇൻഡസിലെ 21 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ മെഡിക്കൽ കോഡിങ് കോഴ്സൊക്കെ ചെയ്യുന്നത്. ഇൻഡസിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. മുബീന മാം ആണെങ്കിലും സ്നേഹ മാം ആണെങ്കിലും നല്ല സപ്പോർട്ടീവായിരുന്നു. ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് ഓൺലൈനായിരുന്നു. ശ്രീലക്ഷ്മി മാം ആയിരുന്നു ഞങ്ങളുടെ ഫാക്കൽറ്റി. മാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. കോഴ്സ് കംപ്ലീറ്റോട് കൂടി തന്നെ ഞാൻ എൻ്റെ CPC ഡേറ്റ് എടുത്തു. സുരയ്യ മാം ആയിരുന്നു എക്സാം പ്രിപ്പറേഷനൊക്കെ ചെയ്തു തന്നിരുന്നത്. കാലിക്കറ്റാണ് സെൻറ്റർ കിട്ടിയത്. എക്സാം എഴുതി. നന്നായി ടെൻഷനും ഉണ്ടായിരുന്നു. നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു എക്സാമിൽ. അതുകൊണ്ട് വേണ്ട എത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. 71% പാസ്സായി. എല്ലാവരും നന്നായി സപ്പോർട്ടീവായിരുന്നു. ഹായ്, ഞാൻ റഹീമ. ഞാൻ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഞാനിപ്പോൾ മെഡിക്കൽ കോഡിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. CPC സർട്ടിഫൈഡ് ആയി. ഞാൻ തൃശ്ശൂരിലുള്ള ഇൻഡസ് എഡ്യൂക്കേഷനിലാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഇൻഡസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവർ പ്രോമിസ് ചെയ്തതുപോലെ എക്സാം പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് എല്ലാം അവർ കണ്ടക്ട് ചെയ്ത് വന്നിരുന്നു. എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ഇൻഡസിലെ ടീച്ചേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു. CPC എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർ അപ്ഡേറ്റ് ചെയ്ത് തന്നിരുന്നു. CPC എക്സാം ക്ലിയർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഇൻഡസിനെ വളരെയധികം നന്ദി അറിയിക്കുന്നു.